ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് CBI ഹൈക്കോടതിയിൽ. അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നറിയാൻ കേസ് ഡയറി വിശദമായി പരിശോധിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം CBI അന്വേഷണം വേണ്ടെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഹർജിയിൽ വിശദമായ വാദം വ്യാഴാഴ്ച നടക്കും. സർക്കാരിന് പലതും ഒളിക്കാനുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ CBI അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്നും സർക്കാർ അറിയിച്ചു. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന ADMന്റെ കുടുംബത്തിന്റെ വാദം എത്തിയെങ്കിലും അതുകൊണ്ട് മാത്രം അന്വേഷണം മോശമാവണമെന്നില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. പക്ഷപാതപരമാണ് അന്വേഷണമെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് വേണമെന്നും ഇക്കാര്യം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. ഇതിനിടെ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് സർക്കാരിന് ചില കാര്യങ്ങൾ ഒളിക്കാനുള്ളതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സർക്കാരോ CPMോ കുറ്റക്കാരല്ല, CPM നേതാക്കൾ ആരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എങ്കിൽ ഒരു CBI അന്വേഷണം നടക്കുന്നതിന് സർക്കാരിന് എന്തിനാണ് എതിർപ്പ്? ഇതിൻ്റെ അകത്തെ യഥാർത്ഥ കുറ്റവാളികളെ, കുഴപ്പക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ അന്വേഷണം കൊണ്ട് യാതൊരു ബലവും ഉണ്ടാകാൻ പോകുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് നടത്തുന്ന ഈ അന്വേഷണം കൊണ്ട് ഇതിന്റെ അകത്ത് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. അതേസമയം അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന കോടതി വാദത്തിനിടെ CBIയോട് ആരാഞ്ഞു. കോടതി ആവശ്യപ്പെട്ടാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI വാക്കാൽ മറുപടി നൽകി. തുടർന്ന് CBI അന്വേഷണം ആവശ്യമുണ്ടോ, ശരിയായ ദിശയിലാണോ അന്വേഷണം പോകുന്നത് തുടങ്ങിയവ കേസ് ഡയറി പരിശോധിക്കുന്നതിലൂടെ വ്യക്തമാകുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥൻ മേൽനോട്ടം വഹിച്ചാൽ മതിയോ എന്ന ചോദ്യവും ADMന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനോട് കോടതിയിൽ നിന്നുണ്ടായി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി 12-ന് പരിഗണിക്കാനായി മാറ്റി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദമായ കണക്കുകൾ സമർപ്പിക്കാൻ വൈകി എന്നാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിലെ കുറ്റപ്പെടുത്തൽ. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായധനം സംബന്ധിച്ച് കണക്കുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയത്. എന്നാൽ ഏറെ വൈകിയാണ് സംസ്ഥാനം നിവേദനം നൽകിയതെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മറുപടി നൽകിയ കേന്ദ്രം വീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. 3.5 മാസത്തിന് ശേഷമാണ് 2219 കോടിയുടെ സഹായം കേരളം ആവശ്യപ്പെട്ടത്. ഇതുവരെ 291 കോടി രൂപയുടെ സഹായം നൽകിയെന്നും കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചതാണെന്നും കേന്ദ്ര സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും റവന്യൂ മന്ത്രി K. രാജൻ പ്രതികരിച്ചു. കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും ഈ 4 മാസക്കാലമായി അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവുമില്ല. ആഗസ്റ്റ് 17-ന് കേരളം കൊടുത്ത നിവേദനം എവിടെ പോയി? ആ മെമ്മോറാണ്ടം എവിടെ പോയി? ആ മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിവേദനത്തിന്റെ റിമൈൻഡർ കൊടുത്തല്ലോ, പരിശോധിക്കാം എന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? ഇതിനിടെ സഹായധനം സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് സംസ്ഥാന സർക്കാർ അറിയിക്കണം. എത്ര ഫണ്ട് നൽകിയെന്നും ഇനി എത്ര കൊടുക്കുമെന്നും കേന്ദ്രവും വ്യക്തമാക്കണം. സാങ്കേതിക പദപ്രയോഗങ്ങളല്ല നടത്തേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നാളെ SDRF അക്കൗണ്ട് ഓഫീസർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറിയിൽ കടുത്ത നടപടിയുമായി ആരോഗ്യവകുപ്പ്. മെറിറ്റ് അട്ടിമറിച്ച കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് അനുവദിച്ച 30 സീറ്റും ആരോഗ്യവകുപ്പ് റദ്ദാക്കി. മെറിറ്റ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. വാളകം മേഴ്സി കോളേജിന് നഴ്സിംഗ് കൗൺസിൽ സീറ്റ് അനുവദിക്കാൻ നടത്തിയ ക്രമവിരുദ്ധമായ ഇടപെടലുകൾ ഒടുവിൽ സർക്കാർ തിരുത്തി. നവംബർ 27-ന് മേഴ്സിക്ക് 30 സീറ്റ് അനുവദിക്കുകയും മെറിറ്റ് അട്ടിമറിച്ച് മുഴുവൻ സീറ്റിലും മാനേജ്മെന്റ് 30-ന് തന്നെ അഡ്മിഷൻ നടത്തുകയും ചെയ്തു.
മെറിറ്റിലെ 15 വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അവസരം അങ്ങനെ മാനേജ്മെന്റ് തട്ടിയെടുത്തു. എന്നാൽ ക്രമവിരുദ്ധ ഇടപെടലുകൾ അക്കമിട്ട് 24 നിരത്തി. ഒടുവിൽ മേഴ്സി കോളേജിന് നഴ്സിംഗ് കൗൺസിൽ അനുവദിച്ച 30 സീറ്റും സർക്കാർ റദ്ദാക്കി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടേതാണ് തീരുമാനം. മുഴുവൻ സീറ്റിലും മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയത് ഈ ഉത്തരവോടെ അസാധുവായി. നഴ്സിംഗ് കൗൺസിൽ പരിശോധനാ സമയം രോഗികളായി പുവർ ഹോമിലെ അന്തേവാസികളെ ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിൽ മേഴ്സി കോളേജിനെതിരായ അന്വേഷണത്തിന് ഹൈക്കോടതി 2023 ഉത്തരവിട്ടിരുന്നു. ഇതിൽ സാമൂഹ്യനീതി വകുപ്പ് അന്വേഷണം തീരുമാനിച്ചു. എന്നാൽ ഈ അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിനാൽ 30 സീറ്റ് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. അനുവദിച്ചാലും 30 സീറ്റിൽ 15ൽ മെറിറ്റിൽ അഡ്മിഷൻ നടത്തണമെന്നാണ് നിയമമെന്നും ആരോഗ്യവകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് അയച്ച കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. 30 സീറ്റ് റദ്ദാക്കിയതുകൊണ്ട് മാത്രം ആരോഗ്യവകുപ്പിന് കൈകഴുകാനാകില്ല. ഇനിയും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ക്രമവിരുദ്ധ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തടയേണ്ടതുണ്ട്. ഒപ്പം അയ്യപ്പ കോളേജിൽ എന്താണ് സംഭവിച്ചതെന്നും ആരോഗ്യവകുപ്പ് മറുപടി പറയേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് അവിടെ മർദ്ദനമേറ്റ സാഹചര്യം, അതിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് കേസെടുത്തിരുന്നു. ആ വിഷയം ഉയർത്തിയാണ് അവിടെ KSUവിൻ്റെ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. അത് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാൻ KSU പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പോലീസ് എവിടെ വെച്ചാണ് പ്രതിഷേധക്കാരെ തടഞ്ഞത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സംഭവങ്ങൾ അത് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം നടക്കുന്നത്. SFI-ക്കാർ യൂണിറ്റ് മുറിയിൽ തടഞ്ഞുവെച്ച് മർദ്ദിച്ചു. അത് ഈ കൊടി കെട്ടാൻ കൊടിമരത്തിൽ കയറുന്നത് നിഷേധിച്ചതിനായിരുന്നു ആ മർദ്ദനം. അതായത് ഏതാണ്ട് 1 മണിക്കൂറോളം തടഞ്ഞുവെച്ച് മർദ്ദിച്ചു എന്നായിരുന്നു ഭിന്നശേഷി വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഏതാണ്ട് 12-ഓടുകൂടി യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU മാർച്ച് നടത്തിയത്. മാർച്ചിൽ ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസ് ജലപീരങ്കി അടക്കമുള്ള കാര്യങ്ങൾ പലതവണ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റി കോളേജിന് തൊട്ട് മുൻപ് പാളയത്ത് സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് KSU വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ KSU പ്രതിഷേധക്കാരെ തടയുകയായിരുന്നു. എന്നാൽ ആ ബാരിക്കേഡ് ചാടിക്കടന്ന യൂണിവേഴ്സിറ്റി കോളേജ് വിഭാഗത്തേക്ക് വരാൻ ശ്രമിക്കുന്നതാണ് നേരിയ സംഘർഷത്തിനിടയാക്കിയത്. ഇപ്പോഴും നമുക്ക് ഈ ബാരിക്കേഡിന് തൊട്ടിപ്പുറത്ത് സാഫല്യം കോംപ്ലക്സിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് ഈ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഈ KSU പ്രതിഷേധക്കാരെ ഇപ്പുറം ഭാഗത്തേക്ക് വിട്ടുകഴിഞ്ഞത് വലിയ പ്രതിഷേധത്തിന് കാരണമാകും. കാരണം SFI വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകരടക്കം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെ ഇങ്ങോട്ടേക്ക് വിടുന്നത് വലിയ തരത്തിൽ സംഘർഷത്തിന് കാരണമാകും എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഏതാണ്ട് 4 റൗണ്ടോളം ജലപീരങ്കി ഇതിനോടകം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ KSU പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തുന്നുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥി തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഏറ്റ മർദ്ദനത്തെ സംബന്ധിച്ച്. അതായത് ഈ SFI-യുടെ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ തടഞ്ഞുവെച്ച് മർദ്ദിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ആ വിദ്യാർത്ഥി ഉന്നയിച്ചത്. അതിനുശേഷം കന്റോൺമെന്റ് പോലീസിനടക്കം പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. പക്ഷേ ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് KSU പ്രധാനമായും ഉയർത്തുന്നത്. ഒരു പടി കൂടി കടന്ന് ഇവർ ഒളിവിലാണ് എന്നുള്ള വാദം കൂടി ഇപ്പോൾ KSU ഉയർത്തുന്നുണ്ട്. സമാനമായിട്ടുള്ള വാദം മർദ്ദനമേറ്റ ഭിന്നശേഷി വിദ്യാർത്ഥിയും ഉന്നയിച്ചിരുന്നു. അതായത് കോളേജിലെ കൊടിമരത്തിൽ കയറി കൊടികൾ അത് അഴിക്കാൻ സഹായിക്കാത്തതിനാണ് തന്നെ മർദ്ദിച്ചത്. വ്യക്തിവൈരാഗ്യം അടക്കമുള്ള കാര്യങ്ങൾ SFI പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ മറ്റു ചില സംഘർഷങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ സാഫല്യം കോംപ്ലക്സിന്റെ പരിസരത്തേക്ക് കടന്നാൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ആ ഭാഗത്തേക്ക് വരാൻ കഴിയും. അത് തടയാനാണ് പോലീസ് പ്രധാനമായും. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. അതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇത് ഒരു ചെറിയ ഭാഗമുണ്ട്, ഒരു ചെറിയ വഴി ഉണ്ട് ഇങ്ങോട്ടേക്ക്. അത് ചാടിക്കടന്നത് മറികടന്ന് KSU പ്രവർത്തകർ വരാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കിടയാക്കുന്നത്. കൂടുതൽ പോലീസ് ഇവിടെയുണ്ട്. ഏതാണ്ട് 5 റൗണ്ടോളം ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇതിനോടകം പിരിഞ്ഞു പോകാൻ KSU പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഈ വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. കാരണം ഇടിമുറി ആരോപണം മുൻപും യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ളതാണ്. നമുക്കറിയാം, ശിവരഞ്ജിത്ത് നസീം കേസുമായി ബന്ധപ്പെട്ട് മുൻപും ഒരു കത്തിൽ PS പരീക്ഷാ തട്ടിപ്പ് വരെ അടക്കം നീണ്ടുപോയ സംഭവം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളും KSU പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. വനിതാ പ്രവർത്തകരടക്കമുണ്ട്. വനിതാ പ്രവർത്തകരും
വനിതാ പോലീസുകാരും തമ്മിൽ ഈ ഉന്തും തള്ളമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ മുൻപ് കണ്ടു. ഇപ്പോഴും സംഘർഷ സാധ്യത തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ ഏതാണ്ട് ആ പാളയം ഭാഗത്തേക്ക് തുടരുകയാണ്. പാളയം സാഫല്യം കോംപ്ലക്സിന് മുൻപിൽ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് പോലീസ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU പ്രവർത്തകരുടെ പ്രതിഷേധം എത്തുന്നത് തടഞ്ഞിരുന്നു. 5 റൗണ്ടോളം ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. സാഫല്യം കോംപ്ലക്സിന് സമീപത്തെ വഴിയിൽ കൂടി യൂണിവേഴ്സിറ്റി കോളേജ് ഭാഗത്തേക്ക് പോകാനാണ് നിലവിലിപ്പോൾ പ്രവർത്തകർ ശ്രമിക്കുന്നത്. തടഞ്ഞതിനാണ് ഇപ്പോൾ ചെറിയ സംഘർഷമുണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിരിഞ്ഞു പോകില്ല എന്ന് KSU പ്രവർത്തകർ പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ SFI യൂണിറ്റ് റൂമിൽ, അത് ഇടിമുറി എന്നാണ് ആ കുട്ടി തന്നെ ആരോപിച്ചത്, ആ ഇടിമുറിയിൽ തടഞ്ഞു വെച്ച് മർദ്ദിച്ചു. അതൊരു SFI-കാരൻ തന്നെയാണ്, ഒരു പ്രാദേശിക CPM പ്രവർത്തകനൊക്കെയാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ, മർദ്ദനമേറ്റ വിദ്യാർത്ഥി തന്നെ വ്യക്തമാക്കി. അത്തരത്തിൽ ഇടിമുറി, യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി അത് ഒഴിവാക്കണം, ഇടിമുറി അത് നീക്കണം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നടക്കം ആവശ്യം അത് KSU ഉന്നയിക്കുന്നുണ്ട്. അത് ഉന്നയിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് സാഫല്യം കോംപ്ലക്സിന് മുൻപിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. അതിന് പിന്നിലാണ് വലിയ രീതിയിലുള്ള വാക്കേറ്റവും നേരിയ സംഘർഷവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇപ്പോഴും സംഘർഷ സമാനമായ സാഹചര്യം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ അത് തുടരുകയാണ്. വിജയകുമാർ, ഈ ദൃശ്യങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU നടത്തിയ മാർച്ച് പാളയത്ത് വെച്ചാണ് പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. അത് ഭേദിച്ച് മുന്നോട്ട് പോകാൻ KSU പ്രവർത്തകർ ശ്രമം നടത്തിയിട്ടുണ്ട്. 4-5 തവണ ഇതിനോടകം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ഈ പ്രവർത്തകർ തിരിച്ചു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഈ ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ട് പോയാൽ അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകും. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പരിസരത്തേക്ക് പോയാൽ അവിടെ SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ട്. അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകും. അതുകൊണ്ട് പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. 4-5 തവണ ഇതിനോടകം ജലപീരങ്കി പ്രയോഗിച്ചു. ആ ഘട്ടത്തിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. നേരിയ സംഘർഷാവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഘർഷാവസ്ഥ ഇല്ല എങ്കിലും പ്രവർത്തകർ അവിടെ തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന പരാതിയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഉയർന്നത്. അതിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്ന് നേരത്തെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്നലെ പറഞ്ഞിരുന്നു. കൊടി കെട്ടാൻ സഹായിച്ചില്ല, അല്ലെങ്കിൽ തോരണം കെട്ടാൻ സഹായിച്ചില്ല എന്നതാണ് ഭിന്നശേഷിക്കാരനായ കുട്ടിക്കുമേൽ SFI പ്രവർത്തകർ ആരോപിച്ചത്. അതിലെ യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ യൂണിറ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും മുഖത്തടിക്കുകയും തലയിൽ ആയുധം ഉപയോഗിച്ചടിക്കുകയും വടി ഉപയോഗിച്ചടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഇന്നലെ മർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരനായ കുട്ടി 24-നോട് പ്രതികരിച്ചത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ KSUവിൻ്റെ പ്രതിഷേധം നടക്കുന്നത്. ഷഫീദ്, ഇക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? ഈ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. കേസെടുത്തു എന്നതിനപ്പുറത്തേക്ക് അതിൽ പിന്നീട് നീക്കങ്ങളൊന്നും, തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അല്ലേ? വിജയകുമാർ, ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്ത ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നില്ല. അത് പോലീസ് SFI പ്രവർത്തകരെ സംരക്ഷിക്കുകയാണ് എന്നുള്ള ആരോപണമാണ്. അത് ആ വിദ്യാർത്ഥിയും ഉന്നയിക്കുന്നു, സമാനമായി KSU ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഈ വിദ്യാർത്ഥികൾ ഒളിവിലാണ്. അതായത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പരാതി. അത് ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗം. അത് ഈ പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനിടയിൽ വീണ്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു. നിലവിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന സംഘർഷ സമാനമായ സാഹചര്യം ജലപീരങ്കി പ്രയോഗത്തിലേക്ക് മാറുന്ന കാഴ്ച നമുക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്ത് കാണാൻ സാധിക്കും. ആ രീതിയിൽ പ്രതിഷേധം പോകുന്നു എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ SFI യൂണിറ്റ് പ്രസിഡന്റ് അമൽചന്ദ്, സെക്രട്ടറി വിധു ഉദയ, ഭാരവാഹികളായ മിഥുൻ, അലൻ ജമാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നാണ് ഈ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ മറുപടി. അദ്ദേഹത്തിന്റെ വൈകല്യമുള്ള, അദ്ദേഹത്തിന് ശേഷിക്കുറവുള്ള കാലിൽ ഷൂസ് ഇട്ട് ചവിട്ടി, കൈകൊണ്ട് ഇടിച്ചു. അതിനപ്പുറത്തേക്ക് ഈ ഇടിമുറി എന്ന് ആരോപിക്കപ്പെടുന്ന SFI യൂണിറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകവേ ഈ തലയുടെ പിൻവശത്ത് വടികൊണ്ട് അടിച്ചു തുടങ്ങിയ ആരോപണമാണ് ഈ വിദ്യാർത്ഥി ഉന്നയിച്ചത്. ഇപ്പോൾ ഈ പോലീസിന് നേരെ പ്രവർത്തകർ ഈ കമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ബാരിക്കേഡ് തകർക്കാനുള്ള നീക്കം അത് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏതാണ്ട് 7-ാം തവണയും ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു.
ഏഴാം തവണയും യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ സംഘർഷ സമാനമായ സാഹചര്യത്തിൽ ജലപീരങ്കി പ്രയോഗം നടക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ പ്രതിഷേധിച്ചതിൽ KSUവിന്റെ പ്രതിഷേധ മാർച്ച് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പാളയം സാഫല്യം കോംപ്ലക്സിന് മുൻപിൽ വെച്ച ഈ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ഒരുപക്ഷേ ഈ ബാരിക്കേഡ് കടന്ന് KSU പ്രവർത്തകർ പോയാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI പ്രവർത്തകരുണ്ട്, SFI വിദ്യാർത്ഥികളുണ്ട്. സ്വാഭാവികമായും അത് മറ്റൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് കൊണ്ടാണ് പോലീസ് ആ ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ജലപീരങ്കി പ്രയോഗം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് ഏഴാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിട്ടും KSU പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ കിരാത വാഴ്ച അവസാനിപ്പിക്കണമെന്നുള്ളതാണ് KSU പ്രതിഷേധ മാർച്ചിലെ പ്രധാന മുദ്രാവാക്യം. അതിനുമപ്പുറത്തേക്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി അത് അവസാനിപ്പിക്കണം. അക്കാര്യത്തിൽ സർക്കാർ തന്നെ അത് അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തണം. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി SFI തോന്നുംപടി അവരുടെ ഇടിമുറിയിൽ കയറ്റിച്ചിട്ടും പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നേരിയ ശമനം ഈ സംഘർഷത്തിനുണ്ടായിരിക്കുന്നു. KSU പ്രവർത്തകർ നമ്മുടെ ഈ ബാരിക്കേഡിന്റെ ഭാഗത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് 25 മിനിറ്റോളം സംഘർഷമായ സാഹചര്യം അത് യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശം ഉണ്ടായിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദന. ഒരു പക്ഷേ ഈ ബാരിക്കേഡ് കടന്നുകൊണ്ട് വീണ്ടും വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലേക്ക് അല്ലെങ്കിൽ KSU പ്രവർത്തകർ ഇപ്പോൾ ഏതാണ്ട് പിരിഞ്ഞു പോവുകയാണ് എന്ന് തോന്നുന്നു. 7 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിലേക്കുള്ള KSUവിന്റെ പ്രതിഷേധ മാർച്ച് പാളയത്ത് വെച്ച് പോലീസ് തടഞ്ഞു. 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പോലീസ് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും, ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യസഭയിൽ കോൺഗ്രസ് MP അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിന് ചുവട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിൽ വൻ വിവാദം. പതിവ് പരിശോധനയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് 500 രൂപ നോട്ടുകൾ കണ്ടെത്തിയത്. സംഭവത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ അന്വേഷണം പ്രഖ്യാപിച്ചു. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന് അഭിഷേക് സിംഗ്വി പിന്നീട് പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് സംഭവിച്ചത്? ഈ 500 രൂപ നോട്ട് കെട്ടുകളാണോ കണ്ടെത്തിയത്, അതോ ഏതാനും ചില നോട്ടുകളാണോ? അതിലൊക്കെ എന്തെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, നോട്ട് കെട്ടുകൾ കണ്ടെത്തി എന്നാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ ഇന്ന് രാജ്യസഭ സമ്മേളിച്ച് ഉടൻ തന്നെ സഭയെ അറിയിച്ചത്. ഈ രാജ്യസഭയിൽ ഇന്നലെ അംഗങ്ങൾ പിരിഞ്ഞുപോയ ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പതിവ് പരിശോധനയ്ക്കിടെ രാജ്യസഭയിലെ 222 നമ്പർ സീറ്റിൽ, അതായത് കോൺഗ്രസ് അംഗം മനു അഭിഷേക് സിംഗ്വി ഇരിക്കുന്ന സീറ്റിൽ നിന്നും 500 രൂപയുടെ നോട്ട് കെട്ട് കണ്ടെത്തിയെന്നും അത് തന്നെ അറിയിച്ചു. തുടർന്ന് താൻ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുമാണ് രാജ്യസഭാ അധ്യക്ഷൻ അറിയിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം ചേർത്തൊരു കാര്യം, ഒരു വിദഗ്ധ പരിശോധന നടത്താതെ നോട്ടുകെട്ടുകൾ വ്യാജമാണോ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പ്രഥമ ദൃഷ്ട്യാ അത് വ്യാജ നോട്ടുകളാണ് എന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു. ഈ സംഭവത്തിൽ എന്നാൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചത് ഇത്തരത്തിൽ വിശദമായ പരിശോധനകൾ നടത്താതെ ഈ അംഗത്തിന്റെ പേരെടുത്തു പറഞ്ഞത് ശരിയായില്ല എന്ന ഒരു നിലപാട് അദ്ദേഹം രാജ്യസഭയിൽ അറിയിച്ചു. എന്നാൽ BJP-യുടെ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ഒപ്പം തന്നെ JP നദ്ദ എന്നിവരാകട്ടെ ഈ വിഷയം ഗൗരവമുള്ളതാണ് എന്നും സഭയ്ക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിൽ നോട്ടുകെട്ടുകൾ സഭയിൽ നിന്നും കണ്ടെത്തുക, സഭയിലേക്ക് നോട്ടുകെട്ടുകൾ കൊണ്ടുവരിക എന്നുള്ളത് എന്നും അന്വേഷണം പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു എന്നും സഭയിൽ അറിയിക്കുകയായിരുന്നു. എന്നാൽ അഭിഷേക് സിംഗ്വി ആകട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നും താൻ പതിവായി 500 രൂപയുടെ ഒരു നോട്ട് മാത്രമാണ് സഭയിലേക്ക് കൊണ്ടുവരാറുള്ളത്. ഇന്നലെ 10:57 സഭയിലെത്തി. പിന്നീട് സഭയിൽ നിന്നും ക്യാൻറ്റീനിലേക്ക് പോയി. 1:30 തന്നെ പാർലമെന്റിൽ നിന്നും താൻ മടങ്ങി എന്നും ആണ് പ്രതികരിച്ചിരിക്കുന്നത്. വിഷയം എന്തായാലും പുതിയ വിവാദത്തിനാണ് ഇട നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അല്പസമയം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രാജ്യസഭയിൽ ഏറ്റുമുട്ടലിനും ഈ അറിയിപ്പ് വഴിവെച്ചു. വിജയകുമാർ. ഈ വിഷയത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അഭിഷേക് മനു സിംഗ്വി പ്രതികരിച്ച. അദ്ദേഹത്തിന്റെ സീറ്റിന് താഴെ നിന്നാണ് ഈ നോട്ടുകെട്ട് കണ്ടെത്തിയത്. അതിനെപ്പറ്റി അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് വിശദീകരണം. അന്വേഷണം നടക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കി നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ മലയാളി വ്യവസായി അടങ്ങുന്ന പുതിയ സംരംഭകർ സ്മാർട്ട് സിറ്റിയിൽ എത്തുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. വിവാദ തീരുമാനത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കരാർ പ്രകാരം പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ ടീകോമിന് കഴിഞ്ഞിരുന്നില്ല. കരാറിൽ പറഞ്ഞതിന്റെ 10% പോലും ടീകോം സ്മാർട്ട് സിറ്റിയിൽ ചെയ്തതുമില്ല.
ഇതോടെയാണ് ടീകോമിനെ ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനം. അതും 2007 കരാറിന് വിരുദ്ധമായി അവർക്ക് അങ്ങോട്ട് പണം നൽകി. അങ്ങോട്ട് പണം നൽകാനുള്ള സർക്കാർ തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് വിവരം. മറ്റു ചില രാഷ്ട്രീയ കാര്യങ്ങളും മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. UAEയുമായുള്ള നല്ല ബന്ധം തുടരാൻ കൂടിയാണ് വ്യവസ്ഥ ലംഘിച്ചിട്ടും ടീകോമിനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. 2007 സർക്കാരുണ്ടാക്കിയ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഈ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ. ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് അഴിമതിയാണ്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവൺമെന്റ് അടിയന്തരമായി ഇതിൽ നിന്ന് പിന്മാറണം. ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണം. സ്മാർട്ട് സിറ്റി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങളും സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വിദേശ മലയാളി വ്യവസായിയുടെ നേതൃത്വത്തിലുള്ള കമ്പനി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായേക്കും. ഇൻഫോ പാർക്കും പദ്ധതിയുടെ ഭാഗമായി വരുമെന്നാണ് വിവരം. ടീകോമിനെ ഒഴിവാക്കിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് പിന്നാലെ തന്നെ പുതിയ തീരുമാനങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകും. യൂണിറ്റിന് 10 മുതൽ 20 പൈസ വരെ കൂട്ടാനാണ് സാധ്യത. യൂണിറ്റിന് 34 പൈസ കൂട്ടണമെന്നാണ് KSEBയുടെ നിലപാട്. ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിരക്ക് കൂട്ടും എന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24നോട് പ്രതികരിച്ചത്. വരവും ചെലവുമായിട്ട് പൊരുത്തപ്പെടണം. വലിയ ചെലവിലാണ് നമ്മൾ വൈദ്യുതി മേടിക്കുന്നത്. അതെങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും? വേറൊരു രീതിയിലൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു ചാർജ്, വളരെ പേര് ചാർജ് വരണം. അതേപോലെ പകൽ കമ്മിയാകുമ്പോൾ ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിരിക്കണം. അത് റെഗുലേറ്ററി കമ്മീഷനാണ്, നമുക്കൊന്നും അറിയില്ല. പകൽ ഇലക്ട്രിസിറ്റി ചാർജ്, നമുക്ക് പകൽ ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ കൊല്ലത്ത് KSEB ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഷഫീദ്, ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ട്. പലയിടത്തും മാർച്ചൊക്കെ നടക്കുന്നുണ്ട്. കൊല്ലത്ത് KSEB ഓഫീസിലേക്കുള്ള മാർച്ചിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. എപ്പോഴായിരിക്കും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക വരിക? വിജയകുമാർ, ഇന്ന് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ തീരുമാനം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ വൈദ്യുതി നിരക്ക് വർധന ഒരു ചർച്ചാ വിഷയമാക്കിയപ്പോൾ പൊതുജന പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ അത് ഉയർന്നതാണ്. യൂണിറ്റിന് ശരാശരി 34 പൈസയെങ്കിലും കൂട്ടണമെന്നാണ് KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തി പൊതുജന അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷമാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചതും. യൂണിറ്റ് 10 പൈസ മുതൽ 20 പൈസ വരെയുള്ള വർധനവ് അതൊരു പക്ഷേ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചേക്കാമെന്നുള്ളതാണ്. മാത്രവുമല്ല ഒരു സമ്മർ താരിഫ് കൂടി ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം KSEB മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് വേനൽക്കാലമായ ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ നോർമൽ താരിഫിന് പുറമെ ഒരു 10 പൈസ കൂടി യൂണിറ്റിന് അധികമായി വാങ്ങണമെന്നാണ് KSEB ആവശ്യം. ഇതടക്കമുള്ള റെഗുലേറ്ററി കമ്മീഷൻ വിവരങ്ങൾ, അതായത് നിരക്ക് വർധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്നലെ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ നേരിട്ട് കണ്ട് ധരിപ്പിച്ചിരുന്നു. ഈ ആഴ്ച പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചാലും ഡിസംബർ 1 മുതലുള്ള വൈദ്യുതി ഉപഭോഗത്തിന് പുതിയ ഉയർന്ന നിരക്ക് ഈടാക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം KSEB ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, പ്രതിവർഷം 2000 കോടിയിലേറെ രൂപയുടെ നഷ്ടം KSEB നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി നിരക്ക് വർധനയല്ലാതെ മറ്റ് വഴികളില്ല എന്നുള്ളതാണ് KSEBയുടെ ഇക്കാര്യത്തിലെ വാദം. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ന് നിരക്ക് വർധന സംബന്ധിച്ച ഉത്തരവിറങ്ങിയേക്കുമെന്നുള്ള സൂചനകളാണ് സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വിജയകുമാർ. ഉത്തരവ് ഏത് സമയവും ഉണ്ടാകാം. അതിൻ്റെ കൂടെ ഒരു സമ്മർ താരിഫ് കൂടി പ്രഖ്യാപിക്കുമോ എന്നൊന്നും അറിയില്ല. അത്തരം ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും നമ്മൾ കണ്ടു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി 24 ക്യാമ്പയിൻ തലവെക്കല്ലേ തട്ടിപ്പാണ്. ഡിജിറ്റൽ അറസ്റ്റിന്റെ മറവിൽ 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിലായി. കൊടുവള്ളി സ്വദേശി ജാഫറിനെ എറണാകുളം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ നിന്നാണ് ജാഫർ പിടിയിലായത്. സൈബർ തട്ടിപ്പുകാരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് നാട്. ഇന്നും എറണാകുളത്ത് ഒരാളെ പിടികൂടി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത 6 പേരെയാണ് എറണാകുളം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്.
കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ തട്ടിപ്പ് സംഘത്തിലെ അംഗമാണ് ജാഫർ. എറണാകുളം സ്വദേശിയിൽ നിന്ന് ജാഫറും സംഘവും ചേർന്ന് തട്ടിയത് 5 ലക്ഷം രൂപ. പരാതിക്കാരന്റെ വിലാസത്തിൽ നിന്ന് ചൈനയിലേക്ക് MDMA എത്തിയിട്ടുണ്ടെന്ന പേരിലായിരുന്നു തട്ടിപ്പ്. പണം നൽകിയില്ലെങ്കിൽ കേസിൽ പ്രതിയാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. പ്രകാശ് വർമ്മ, രാജേഷ് പ്രധാൻ, പ്രദീപ് സിംഗ് എന്നിവരാണ് കേസിലെ മുഖ്യപ്രതികൾ. ഇവർ തട്ടിച്ചെടുത്ത പണമാണ് ജാഫറിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് എത്തിയത്. ഈ പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് നൽകിയെന്ന് ജാഫർ സൈബർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എറണാകുളം സൈബർ പോലീസ് അതിസാഹസികമായാണ് ജാഫറിനെ കണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. തുടർച്ചയായ 11ാം തവണയും പലിശ നിരക്ക് മാറ്റാതെ RBI. ഇതോടെ ഭവന വാഹന വായ്പകളുടെ അടക്കം പലിശ നിരക്കിൽ മാറ്റമുണ്ടാകില്ല. പണപ്പെരുപ്പം കൂടുന്നതും വളർച്ചാ നിരക്ക് കുറയുന്നതും ആശങ്കയാണെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ പറഞ്ഞു. Let me reflect upon the eventful journey of 2024. In line with the trend in the last few years, central banks were once again put to the ultimate test to stabilize their economies against continuous, colossal and complex shocks. പലിശ നിരക്കിൽ കുറവ് വരുന്നതിനായുള്ള കാത്തിരിപ്പ് ഇനിയും നീളും. മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ GDP വളർച്ചയിലെ മാന്ദ്യ സൂചനകളും ഉയർന്ന പണപ്പെരുപ്പവും അനുകൂല സാഹചര്യമല്ല. 6.5% റിപ്പോ നിരക്ക് തുടരും. 6 സമിതിയിൽ 4:2 എന്ന ഭൂരിപക്ഷ അഭിപ്രായത്തിലാണ് തീരുമാനമുണ്ടായത്. വായ്പാ ബാധ്യതയിൽ കുറവ് പ്രതീക്ഷിച്ചവർക്ക് നിരാശ മാത്രം. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള GDP വളർച്ചാ പ്രവചനം 6.6%. 7% മുകളിൽ പ്രതീക്ഷിച്ച ഇടത്തു നിന്നാണ് ഈ കുറവ്. ഒക്ടോബറിൽ നാണ്യപ്പെരുപ്പം 6% കടന്നതായും റിസർവ് ബാങ്ക് ഗവർണർ ചൂണ്ടിക്കാട്ടി. 4.5% നിന്ന് പണത്തിന്റെ കരുതൽ അനുപാതം 4% കുറച്ചു. ബാങ്കുകൾക്ക് 1.16 ലക്ഷം കോടി രൂപയുടെ ലിക്വിഡിറ്റി ലഭ്യമാക്കുമെന്നും ശക്തികാന്തദാസ് പറഞ്ഞു. 24 മുംബൈ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെതിരെ ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റി. മതപരമായ ആചാരങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് കടന്നു കയറുന്നുവെന്നും ഡിവിഷൻ ബെഞ്ച് പുനഃസംഘടിപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കടുത്ത നടപടികളിലേക്ക് പോയ പശ്ചാത്തലത്തിലാണ് പരാതിയുമായി ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റി രംഗത്തെത്തിയത്. ആന എഴുന്നള്ളത്തിലെ ഡിവിഷൻ ബെഞ്ച് മാർഗനിർദ്ദേശങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്നതാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വമേധയായി എടുത്ത കേസിൽ ദൈനംദിനമെന്നോണം ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുകയാണ്. കേസിലെ കക്ഷിയും വിധി പറയുന്നയാളും ഡിവിഷൻ ബെഞ്ച് തന്നെയാകുമ്പോൾ നിഷ്പക്ഷത ഉണ്ടാകില്ലെന്നും നിവേദനത്തിൽ ആരോപിക്കുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പുനഃസംഘടിപ്പിക്കണമെന്നും മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ചിന്റെ എല്ലാ ഉത്തരവുകളും പുനഃപരിശോധിക്കണമെന്നും പരാതിയിലുണ്ട്. നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷത ഉറപ്പാക്കണമെന്ന അഭ്യർത്ഥനയും ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സിദ്ദിഖിനെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയിരിക്കുകയാണ്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? അതായത് ഇന്ന് രാവിലെയാണ് കന്റോൺമെന്റ് പോലീസ് നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ പ്രാഥമികമായി ചോദ്യം ചെയ്തു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന പൂർത്തിയാക്കി. അതിനുശേഷമാണ് എനിക്ക് പിന്നിൽ കാണുന്ന കോടതിയിൽ ഹാജരാക്കിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ലാണ് നിലവിൽ സിദ്ദിഖിനെ ഹാജരാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതി കേസ് പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിക്കണമെന്നൊരു വിധി നൽകിയ സാഹചര്യത്തിൽ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഈ കോടതിയെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ച ശേഷം ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിച്ച് സിദ്ദിഖിനെ പോലീസ് സ്വതന്ത്രനാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കേസ് പരിഗണിക്കും. യുവനടിയുടെ പീഡന പരാതിയിലാണ് സിദ്ദിഖ് നിലവിൽ ഈ കോടതി മുറിയിൽ നിൽക്കുന്നത്. വലിയ വിവാദങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. പിന്നാലെയാണ് പോലീസ് സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായി സിദ്ദിഖിനെ നോട്ടീസ് നൽകി കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് രേഖപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. എന്തായാലും ഈ ജാമ്യം ലഭിച്ച ശേഷം ജാമ്യ വ്യവസ്ഥകൾ വന്നതിനു ശേഷം സിദ്ദിഖിനെ നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും അല്പസമയത്തിനകം തന്നെ സിദ്ദിഖിന്റെ കേസ് കോടതി പരിഗണിക്കും.
വിജയകുമാർ. യെസ്, സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതി കേസ് പരിഗണിക്കും. സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജാമ്യ വ്യവസ്ഥകൾ കോടതി തീരുമാനിച്ച് ജാമ്യം അനുവദിക്കും. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വാർത്താമഴ തുടരും, ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. മണ്ഡലകാലം ആരംഭിച്ച് 20 ദിവസം പിന്നിടുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടന്നു. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനയുണ്ട്. തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് വരുമാനവും കൂടുന്നതായി ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. തീർത്ഥാടകരുടെ ഒഴുക്കിലും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസും ദേവസ്വം ബോർഡും. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമലയിൽ നടൻ ദിലീപ് VIP പരിഗണനയിൽ ദർശനം നടത്തിയ സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. വിഷയം ചെറുതായി കാണാനാകില്ല എന്ന് നിരീക്ഷിച്ച കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. ക്യൂവിൽ നിന്ന സ്ത്രീകളെയും കുട്ടികളെയും തടഞ്ഞത് എന്തിനാണ് എന്ന് കോടതി ചോദിച്ചു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. UDF പ്രവേശന സാധ്യതാ ചർച്ചകൾക്ക് വഴിയൊരുക്കി മുസ്ലിം ലീഗ് നേതാക്കളുമായി PV അൻവർ MLA-യുടെ കൂടിക്കാഴ്ച. ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് എന്നിവരുമായി ഡൽഹിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ കൂടിക്കാഴ്ചയാണ് എന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. CPM-നോടുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം PV അൻവറിന്റെ ആദ്യ ഡൽഹി സന്ദർശനം. ഡൽഹിയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് നേതാക്കളുമായി PV അൻവറിന്റെ കൂടിക്കാഴ്ച. ET മുഹമ്മദ് ബഷീർ MP, അബ്ദുൽ വഹാബ് എന്നിവരുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. KMCC-യുടെ പരിപാടിയിലും ലീഗ് നേതാക്കൾക്കൊപ്പം പങ്കെടുത്തു. സൗഹൃദ സന്ദർശനമെന്ന് 24-നോട് PV അൻവർ. ആദ്യമേ ഉള്ള സൗഹൃദമാണല്ലോ, എല്ലാവർക്കും അറിയുന്ന സൗഹൃദമാണ്. നിലമ്പൂരിലൊരു MLA-യും ഒരു പാർലമെന്റ് മെമ്പറും എന്ന നിലക്ക് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് നാടിന്റെ വികസനത്തിൽ ഒരു രാഷ്ട്രീയമില്ലാതെ മുന്നോട്ട് വന്നത്. അതിൽ ആ രാഷ്ട്രീയം എന്ന് പറയുന്ന വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ സൗഹൃദവും എന്താ പറയുക നാടുമായി ബന്ധപ്പെട്ടത്. UDF-ലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഇല്ലില്ല, അങ്ങനൊന്നും ഒന്നും ആയില്ല. DMK തന്നെ കംപ്ലീറ്റ് ആവുന്നല്ലേ ഉള്ളൂ. പണ്ടു മുതലേ സുഹൃത്തുക്കളാണെന്നും PV അബ്ദുൽ വഹാബും പ്രതികരിച്ചു. നമ്മള് പണ്ടേയുള്ള സുഹൃത്ത്, ചെറുപ്പം മുതലേ ഉള്ള ആളാണ്. ഓന് ഇപ്പൊ പാർട്ടി മാറി. ഓന് മുമ്പ് കോൺഗ്രസ് ആയിരുന്നു, പിന്നെ ഇടതേക്ക് മാറി. ഓന് ഇടത് ഏകദേശം മനസ്സിലായി. അപ്പൊ പിന്നെ ഞങ്ങളെ പേഴ്സണൽ ബന്ധം നിലനിന്നു. KMCC-യുടെ പരിപാടിയിൽ പങ്കെടുത്തത് അവിചാരിതമായിട്ടാണെന്നും DMK-യുടെ പ്രഖ്യാപനത്തിന്റെ നയരേഖയിൽ പറയുന്ന വിഷയങ്ങളായതിനാലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നുമാണ് PV അൻവറിന്റെ വിശദീകരണം. വിനീത VG, 24, ഡൽഹി. നിയുക്ത കർദിനാൾ ജോർജ് കുവക്കാടിന്റെ സ്ഥാനാരോഹണം നാളെ വത്തിക്കാനിൽ. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയാണ് ആർച്ച് ബിഷപ്പ് ജോർജ് കുവക്കാടിനെ കർദിനാളായി ഉയർത്തുക. ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രതിനിധി സംഘവും കുടുംബവും യാത്ര തിരിച്ചു. ഇന്ത്യൻ സഭാ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് ജോർജ് കുവക്കാട്. വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്നു എന്നതും അപൂർവത. കർദിനാലാകുന്ന മൂന്നാമത്തെ മലയാളി. നാളെ ഇന്ത്യൻ സമയം രാത്രി 9-ന് വത്തിക്കാനിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് മാർ കുവക്കാടിനെ മറ്റ് 20 പേരോടൊപ്പം കർദിനാളായി നിയമിക്കും. തുടർന്ന് ഇന്ത്യൻ സമയം രാത്രി 10 മുതൽ 12 വരെ നവകർദിനാൽമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച് ആശീർവാദം വാങ്ങും. അതിനുശേഷം കർദിനാൽമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ കുർബാന അർപ്പിക്കും. ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം വത്തിക്കാനിലെത്തി. കൂടാതെ ജോർജ് കുവക്കാടിന്റെ കുടുംബവും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും എത്തിയിട്ടുണ്ട്. കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നതിന് മുന്നോടിയായി
മെത്രാഭിഷേകം ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ചങ്ങനാശ്ശേരി മാമ്മൂട്ട് ലൂർദ് പള്ളി ഇടവകാംഗമാണ് നിയുക്ത കർദിനാൾ. 1973 ഓഗസ്റ്റ് 11 ജനിച്ച കൂവക്കാട് 2004 ജൂലൈ 24 വൈദികനായി അഭിഷിക്തനായത്. 2006 വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ ചേർന്നു. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായ കൂവക്കാട് മാർപ്പാപ്പയുടെ അപ്പോസ്തലിക യാത്രകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയിരുന്നത്. 24 കോട്ടയം. കോഴിക്കോട് എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഇന്ധന ചോർച്ചയെ തുടർന്ന് മലിനമായ സമീപ പ്രദേശത്തെ ജലാശയങ്ങൾ ശുചീകരിക്കുകയാണ്. മുംബൈയിൽ നിന്നെത്തിച്ച രാസവസ്തു ഉപയോഗിച്ചാണ് ശുചീകരണ പ്രവർത്തികൾ. ഇന്ധനത്തിന്റെ രൂക്ഷഗന്ധം മൂലം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം മാനേജ്മെന്റ് മുംബൈയിൽ നിന്നെത്തിച്ച രാസവസ്തു ഉപയോഗിച്ചാണ് ജലാശയങ്ങളിൽ കലർന്ന ഡീസൽ നിർവീര്യമാക്കുന്നത്. റവന്യൂ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നടപടി. കൂടാതെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നിലവിൽ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് സ്ഥിരം ഇവിടുന്ന് ഈ പെട്രോളിന്റെ മണം കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓരോ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായില്ല. അടുത്തൊക്കെ ആകുമ്പോൾ ഓരോന്ന് അന്വേഷിക്കേണ്ട, ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ഇതൊന്നും ഇല്ല, ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒന്നും അതിനൊന്നും ഒരു വരലില്ല. തലകണക്ക് ഛർദ്ദിക്കാൻ വരിക, തലവേദന എടുക്കുക, ഇങ്ങനെ മറക്കുക, ഛർദ്ദിക്കാൻ വരുന്നതിൽ അയൽവാസികൾ ഓലൊക്കെ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താണ് വേണ്ടിയെന്ന് വിചാരിക്കണം. അലർജീൻ്റെ ഒക്കെ ഉള്ളവർക്ക് വേഗമാണല്ലോ പ്രശ്നം വരിക. അതിനിടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം മാനേജ്മെന്റിനെതിരെ കേസെടുത്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്ഥലം സന്ദർശിച്ച് ഓടകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. കോഴിക്കോട്, കൊച്ചി റീജിയനുകളിൽ ഇത് പരിശോധിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകിട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഡിപ്പോയിലേക്ക് ബഹുജന മാർച്ച് നടത്തും. 24 കോഴിക്കോട്. ഗാർഹിക പീഡന കേസിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബുവിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ദിവസങ്ങൾക്ക് മുൻപാണ് ബിബിൻ സി ബാബു CPIM വിട്ട് BJPയിൽ ചേർന്നത്. കേസിൽ ബിബിൻ സി ബാബു 1ാം പ്രതിയും മാതാവും CPIM കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ പ്രസന്നകുമാരി 2ാം പ്രതിയുമാണ്. DYFI നേതാവായ ബിബിന്റെ ഭാര്യ മിനീസ നൽകിയ പരാതിയിലാണ് കരിയിലക്കുളങ്ങര പോലീസ് ഗാർഹിക പീഡനത്തിന് കേസെടുത്തത്. തുടർന്ന് ബിബിൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അടുത്ത തവണ കേസ് പരിഗണിക്കുന്ന 18ാം തീയതി വരെ ബിബിൻ സി ബാബുവിന്റെ അമ്മ KL പ്രസന്നകുമാരിയുടെയും അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. CPIM വിട്ട് BJPയിലെത്തിയ തന്നെ അപായപ്പെടുത്താൻ നീക്കമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബിബിൻ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി. മന്ത്രി സജി ചെറിയാൻ തന്നെ കൈകാര്യം ചെയ്യാൻ പാർട്ടി പ്രവർത്തക യോഗത്തിൽ ആവശ്യപ്പെട്ടതായും ബിബിൻ സി ബാബു ആരോപിക്കുന്നു. സുരക്ഷ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും സമീപിക്കുമെന്നും ബിബിൻ സി ബാബു. അതേസമയം മകൻ BJPയിൽ ചേർന്നതിന് തനിക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് പാർട്ടി പ്രതികാരം തീർക്കുകയാണെന്നാരോപിച്ച് കായംകുളം CPIM ഏരിയ കമ്മിറ്റി അംഗവും ബിബിൻ സി ബാബുവിന്റെ മാതാവുമായ പ്രസന്നകുമാരി രംഗത്തെത്തിയിരുന്നു. 24 ആലപ്പുഴ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് AK ഷാനിബ് DYFIയിലേക്ക്. ഇന്ന് AK ഷാനിബ് DYFIയിൽ അംഗത്വം എടുക്കും. തിരുവനന്തപുരത്തെത്തിയ ഷാനിബ് CPIM DYFI നേതാക്കളെ കാണും. നിലപാട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും ഒരു കോൺഗ്രസുകാരനായി തുടരുക എന്ന ആഗ്രഹം ഉപേക്ഷിക്കുകയാണ് ഷാനിബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കം ഇങ്ങനെ. പാർട്ടി വിടുന്നു എന്ന് വ്യക്തമാക്കിയ ഷാനിബ് ഇന്ന് തിരുവനന്തപുരത്ത് CPIM നേതാക്കളെ നേരിൽ കാണുന്നുണ്ട്. കൂടിക്കാഴ്ച പൂർത്തിയായി DYFIയിൽ അംഗത്വമെടുക്കും. ഇന്ന് 3 മണിക്ക് ഇന്ന് DYFIയുടെ യോഗം നടക്കുന്നുണ്ട്, സംസ്ഥാന കമ്മിറ്റി നടക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എന്നോട് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച AK ഷാനിബ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് പത്രിക പിൻവലിച്ച ഡോക്ടർ P സരിന് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പാർട്ടി പ്രവേശനം. 24 പാലക്കാട്. എറണാകുളം കാക്കനാട്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി സംഭരിച്ച സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു. റെഡ് ക്രോസ് ഓഫീസിലാണ് 100 കണക്കിന് പെട്ടികൾ വിതരണം ചെയ്യാതെ കൂട്ടിയിട്ടിരിക്കുന്നത്. റെഡ് ക്രോസ് ഭവനിൽ പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ബോക്സുകൾ മറ്റു സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുമെന്നാണ് അധികൃതരുടെ പ്രതികരണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ സംഭരിച്ച് പെട്ടികളിലാക്കിയത്. ദുരന്തബാധിതർക്ക് എത്തിക്കേണ്ട സാധനങ്ങളാണ്
കൃത്യസമയത്ത് വിതരണം ചെയ്യാതെ കാക്കനാട് റെഡ് ക്രോസ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ സംഭരിച്ചിട്ടും പൂർണ്ണമായും എന്തുകൊണ്ട് വയനാട്ടിലേക്ക് അത് എത്തിച്ചില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം 2 ലോറി സാധനങ്ങൾ കൊടുത്തുവിട്ടിരുന്നുവെന്നും വയനാടിന് വേണ്ടി സംഭരിച്ച സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നും റെഡ് ക്രോസ് അധികൃതർ പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി സംഭരിച്ച സാധനങ്ങൾ എങ്ങനെ മറ്റു പ്രദേശങ്ങളിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതേസമയം മാസങ്ങളായി ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇനി ആർക്കെങ്കിലും ഉപയോഗപ്രദമാകുമോ എന്ന കാര്യവും സംശയമാണ്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. മുണ്ടക്കയിൽ ദുരന്തത്തെ അതിജീവിക്കുന്ന സ്ത്രീകൾ ഇപ്പോഴൊരു യാത്രയിലാണ്. ടൂറിസ്റ്റ് ഗൈഡും ദുരന്തബാധിതനുമായ രമേശ് ചൂരൽമലയാണ് യാത്രയുടെ പ്രധാന സംഘാടകൻ. ഓൾ കേരള ടൂറിസം അസോസിയേഷനും സഞ്ചാരി ഫേസ്ബുക്ക് കൂട്ടായ്മയും കൈകോർത്തതോടെയാണ് ഈ യാത്ര യാഥാർത്ഥ്യമായത്. ദുരന്തത്തെ അതിജീവിക്കുന്നവർ, ദുരന്തത്തിനിപ്പുറം പിറന്ന നാട്ടിൽ നിന്ന് പല വഴിയായി പിരിയേണ്ടി വന്നവർ, അവർ വീണ്ടും ഒത്തുചേരുകയാണ് ഈ യാത്ര മൈസൂരുവിലേക്ക്. നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നവർക്ക് പറയാൻ ഏറെ കാര്യങ്ങളുണ്ടായിരുന്നു, പല സ്വപ്നങ്ങളും പങ്കുവെക്കാനുണ്ടായിരുന്നു. ദുരന്തത്തിന്റെ ഇരകൂടിയായ രമേശ് ചൂരൽമലയാണ് ഈ സ്വപ്നയാത്രയുടെ പ്രധാന സംഘാടകൻ. ഉരുൾപൊട്ടുന്നതിന് മുമ്പ് തന്നെ യാത്ര ചെയ്യണം, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒരു നല്ലൊരു വിനോദയാത്ര നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അതിന് സാധിച്ചില്ല. പക്ഷേ ഈ ഒരു മൊമെന്റ് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. കാരണം അസോസിയേഷന്റെ ഭാഗത്തുനിന്നായാലും അതുപോലെ സഞ്ചാരിയുടെ ഭാഗത്തുനിന്നായാലും മികച്ച ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. സഞ്ചാരി ട്രാവൽ ഗ്രൂപ്പും ഓൾ കേരള ടൂറിസം അസോസിയേഷനും കൈകോർത്തതോടെ യാത്ര യാഥാർത്ഥ്യമായി. 2 ദിവസത്തെ മൈസൂരിലേക്ക് യാത്ര, എല്ലാം മൈസൂർ കാഴ്ചകളൊക്കെ കണ്ട് അവരുടെ പഴയ ജീവിതത്തിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം, പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ഊർജം പകർന്നു നൽകുക എന്നാണ് ഞങ്ങൾ സഞ്ചാരി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൂരൽമലയിലെ ശ്രുതിയും അവന്തികയും ഉൾപ്പെടെ ഈ യാത്രയിലുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ എല്ലാവരെയും കാണുന്നത്. പിന്നെ ഒന്നിച്ചുള്ള ഒരു യാത്ര 4 മാസത്തിന് ശേഷമല്ലേ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും. കണ്ട് ഒരു സന്തോഷം തോന്നണേ. ഞങ്ങൾ ക്യാമ്പിൽ വെച്ച് കണ്ടതായിരുന്നു. അപ്പൊ ഇവിടുന്ന് എല്ലാവരും ഒരുമിച്ചുണ്ട്. നല്ല സന്തോഷം. വീണ്ടും ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ഒത്തുകൂടൽ. ഞങ്ങൾ അയൽവാസികളൊക്കെ ഒരുമിച്ച് ഒരു ബസ്സിൽ കയറ്റി എല്ലാവരും അടുത്തന്നെ ഇരുന്നാണ്. സംഘം മൈസൂരുവിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് നാളെ വൈകിട്ട് മടങ്ങിയെത്തും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭ സമവായത്തിലേക്കെന്ന സൂചന. കാതോലിക്ക ബാവയുടെ സമാധാന ആഹ്വാനത്തെ പിന്തുണച്ച് ഓർത്തഡോക്സ് മെത്രാപ്പൊലീത്തമാർ രംഗത്തെത്തി. വിഷയം ചർച്ച ചെയ്യാൻ ഓർത്തഡോക്സ് സഭയുടെ നിർണായക യോഗങ്ങൾ ചേരുകയാണ്. ഇടവക അടിസ്ഥാനത്തിലൂടെയുള്ള ചർച്ചകളിലൂടെയേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നാണ് യാക്കോബായ സഭയുടെ നിലപാട്. ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു തൃതീയൻ കാതോലിക്ക ബാവ തന്നെ നിലപാട് മയപ്പെടുത്തിയതോടെയാണ് സമവായ സാധ്യതകൾ തെളിഞ്ഞത്. കുറ്റങ്ങളും കുറവുകളും ആർക്കും വരാമെന്നും എല്ലാവരും ഒരുമിക്കണമെന്നുമായിരുന്നു ആഹ്വാനം. പിന്നാലെ ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പൊലീത്തമാരും ഇതേ നിലപാട് സ്വീകരിച്ചു. നമ്മൾ നിയമം അനുസരിക്കുന്ന നല്ല മക്കളാകണം. പക്ഷേ സമാധാനത്തിനുള്ള ആഗ്രഹവും അഭിവാഞ്ചയും നമുക്ക് ഒരുമിച്ചുണ്ടാകണം. നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന പള്ളികളിൽ 3 അങ്കമാലി മെത്രാസനത്തിലെ പള്ളികളാണ്. ആരെയും അവിടെ നിന്ന് ഒഴിവാക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഇടവകകൾ തമ്മിലുള്ള ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാവുകയുള്ളൂ എന്ന് യാക്കോബായ സഭ. 2 സഹോദരീ സഭകളായി പരസ്പരം സഹകരിച്ച് പരസ്പരം അംഗീകരിച്ച് വ്യവഹാരങ്ങളും തർക്കങ്ങളും അവസാനിപ്പിച്ച് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് ഏറ്റവും ശാശ്വതമായ പരിഹാരമാർഗമെന്ന് പറയുന്നത്. നാളെ കേരളത്തിലെത്തുന്ന ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവയുമായി ഓർത്തഡോക്സ് സഭയുടെ നിലപാട് മാറ്റം യാക്കോബായ സഭ ചർച്ച ചെയ്തേക്കും. 1934 ഭരണഘടന അംഗീകരിച്ചുകൊണ്ടുള്ള സമവായത്തിനാണ് ഓർത്തഡോക്സ് സഭ ശ്രമിക്കുന്നത്. 24, കോട്ടയം. വാർത്താമഴയിൽ ഒരിടവേള കൂടി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 വിജയികൾക്ക് ഭീമ ജുവലേഴ്സ് പ്രഖ്യാപിച്ച സ്വർണ്ണ സമ്മാനങ്ങൾ കൈമാറി. 1ാം സമ്മാനമായ 15 ലക്ഷം രൂപയുടെ സ്വർണം ടോപ്പ് സിംഗർ ജേതാവ് ദ്രൗപദി സുരേഷും മറ്റു ജേതാക്കളും കൊച്ചി ഇടപ്പള്ളി ഷോറൂമിൽ നേരിട്ടെത്തി ഏറ്റുവാങ്ങി. മലയാളികളുടെ സ്വീകരണ മുറിയിൽ സംഗീത വിരുന്നൊരുക്കുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 4ാം സീസൺ വിജയികൾക്കാണ് ഭീമ ജുവല്ലേഴ്സിന്റെ സ്വർണ്ണ സമ്മാനം.
സീസൺ 4-ൽ 1-ാം സമ്മാനം കരസ്ഥമാക്കിയ ദ്രൗപദി സുരേഷിന് 15 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഭീമ സമ്മാനിച്ചത്. ടോപ്പ് സിംഗർ സീസൺ 4-ലെ വിന്നർ ദ്രൗപദി സുരേഷ്. യെസ്, 15 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ഭീമ ജുവൽസ് ദ്രൗപദിക്ക് നൽകുന്നത്. ഫസ്റ്റ് റണ്ണറപ്പ് ദേവനന്ദ രാജീവിന് 10 ലക്ഷം രൂപയുടെയും സെക്കൻഡ് റണ്ണറപ്പ് അബിൻ കൃഷ്ണയ്ക്ക് 5 ലക്ഷം രൂപയുടെ സ്വർണവും സമ്മാനിച്ചു. സെക്കൻഡ് റണ്ണറപ്പ് അബിൻ കൃഷ്ണ നമ്മുടെ ഒപ്പം ഉണ്ട്. അബിനുള്ള സമ്മാനമാണ് ആദ്യം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. 5 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ഭീമ ജുവൽസ് അബിന് നൽകുന്നത്. ദേവനന്ദ രാജീവ് പ്ലീസ്. യെസ്, 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ദേവനന്ദയ്ക്ക് ഭീമ ജുവൽസ് നൽകുന്നത്. സമ്മാനം ഏറ്റുവാങ്ങിയ ടോപ്പ് സിംഗർ സീസൺ 4 ജേതാക്കൾ 24-നോട് സന്തോഷം പങ്കുവച്ചു. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു നാം. ഫ്ലവേഴ്സ് വൈസ് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണനും ചടങ്ങിൽ സംബന്ധിച്ചു. ഭീമ ജുവൽസിന്റെ കൊച്ചി ഇടപ്പള്ളി ഷോറൂമാണ് ചടങ്ങിന് വേദിയായത്. ഈ ഒരു ചെറുപ്രായത്തിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇനി ഭാവിയിലേക്ക് ഒരു നല്ലൊരു ഭാവി ഞാൻ ആശംസിക്കുന്നു. 24 കൊച്ചി. ഇനി കായിക വാർത്തകൾ. ഐ ലീഗ് ഫുട്ബോളിൽ 2ാം ജയം തേടി ഗോകുലം കേരള FC നാളെ ഇറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് നടക്കുന്ന 2ാമത്തെ ഹോം മത്സരത്തിൽ കരുത്തരായ ചർച്ചിൽ ബ്രദേഴ്സാണ് എതിരാളികൾ. രണ്ട് എവേ മത്സരങ്ങളിലും ഐസ്വാൾ FCക്കെതിരായ ഹോം മത്സരത്തിലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഗോകുലം കേരള FC വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് വീണ്ടും ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. ആദ്യ മത്സരം ശ്രീനിധി ഡക്കാനോട് 2-നെതിരെ 3 ഗോളുകൾക്ക് വിജയിച്ച GK FC പിന്നീടുള്ള 2 മത്സരങ്ങളും സമനില പിടിച്ചിരുന്നു. റിയൽ കശ്മീരിനോട് 1-1 എന്ന സ്കോറിനാണ് സമനില നേടിയത്. ഹോം ഗ്രൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ഐസ്വാൾ FCയോടും ഇതേ സ്കോറിനാണ് സമനില പിടിച്ചത്. ആദ്യം പിന്നിട്ടുനിന്ന ശേഷമാണ് 2 കളികളിലും സമനില പിടിച്ച് ഓരോ പോയിന്റ് സ്വന്തമാക്കിയത്. 5 പോയിന്റുള്ള ഗോകുലം കേരള FC നിലവിൽ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്താണ്. നാളെ ജയം മാത്രമാണ് ലക്ഷ്യമെന്ന് ടീം CEO ഡോക്ടർ B അശോക് കുമാർ. With regard to our team, we have trained well and this time we are not going to disappoint the crowd. We will definitely win this match and we are going to take these 3 points. 3 കളികളിൽ നിന്ന് 4 പോയിന്റാണ് ചർച്ചിൽ ബ്രദേഴ്സ് FCക്ക്. ഓരോ ജയവും തോൽവിയും സമനിലയുമായി ചർച്ചിൽ ബ്രദേഴ്സ് പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. കഴിഞ്ഞ കളിയിൽ ബംഗളൂരു സ്പോർട്ടിംഗ് FCയെ 3-1 തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ചർച്ചിൽ ബ്രദേഴ്സ് ഇറങ്ങുന്നത്. കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി റൈഡിംഗ് റിപ്പോർട്ടറിൽ ഗോകുൽ. നമസ്കാരം.